അപ്പ എനിക്ക് പപ്പ എവിടെ പോയി? എന്റെ പേര് പെണ്ണ്, എന്റെ പേര് പെണ്ണ്. സൂചി കുത്താൻ ഇടമില്ലാത്തടത്ത് മൈക്കും കൊണ്ട് ചെന്ന് പോയി. പപ്പ ലോറി പോയോ? എന്റെ പേര് പെണ്ണ്. അയ്യോ, ആ വീഡിയോ ഞാൻ മുഴുവൻ ഇപ്പോഴാണ് കണ്ടത്. ഈ പെണ്ണിന് എന്തോ കുഴപ്പമുണ്ട്, ഭയങ്കര സാഡിസ്റ്റിക് ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. പപ്പ ലോറി പോയി. എന്റെ പേര് പെണ്ണ്. ഇതാണ് പപ്പന്റെ ലോറി. എന്റെ അമ്മേരെ തള്ളേ കലിപ്പ് തീരണില്ലല്ലേ. ഈ പുള്ളിക്കാരിക്ക് ഒരു കൗൺസിലിംഗ് ആവശ്യമാണ്. ഇത് ഏത് ചാനലാണെങ്കിലും അതിനകത്ത് ആ പെണ്ണ് മാത്രമല്ല, ക്യാമറമാനും ഇത് എഡിറ്റ് ചെയ്തവനും അതിനകത്ത് തമ്മിലൊക്കെ ഇട്ട് എഡിറ്റ് ചെയ്തു താഴെ, അതൊക്കെ കണ്ടാൽ അറിയാം. പിന്നെ അത് പബ്ലിഷ് ചെയ്തവരും. ഇത് മൊത്തത്തിൽ ഈ ചാനലിന് കുഴപ്പമുണ്ട്. എന്റെ പേര് പെണ്ണ്. സൂചി കുത്താൻ ഇടമില്ലാത്തടത്ത് മൈക്കും കൊണ്ട് ചെന്ന് എന്റെ അമ്മേരെ തള്ളേ കലിപ്പ് തീരണില്ലല്ലേ. ചാനലിരിക്കുന്നവരെല്ലാവരും ഒരേ മെന്റാലിറ്റി ഉള്ള ആൾക്കാർ. ഈ ചാനൽ മാത്രമല്ല, പല ചാനലുകാരും ഇങ്ങനെ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്തപ്പോൾ മാർക്കറ്റിങ്ങിനും ഒക്കെ യൂസ് ചെയ്യുന്നത് കണ്ടു. ഒരുപാട് പൈസ ഉണ്ടാക്കി. പപ്പ ലോറി പോയോ? എന്റെ പേര് പെണ്ണ്. ഒരു ഒരു മനുഷ്യൻ ജീവനോടുണ്ടോ ഇല്ലയോ, കൂടുതൽ മരിച്ചു പോകാൻ സാധ്യതയുള്ളൊരു സാഹചര്യത്തിൽ കുറച്ച് ദിവസം കിട്ടിയപ്പോൾ ഇതൊരുമാതിരി വള്ളംകളിയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് മാച്ച് റിപ്പോർട്ട് ചെയ്യുന്ന പോലെ ഒരു രീതിയിൽ ഇത് മീഡിയ കൈകാര്യം ചെയ്തത് ശരിക്കും വളരെ മോശമായിപ്പോയി. മരിച്ച വീട്ടിലൊക്കെ ചെന്നിട്ട് ഇതിന് മുമ്പും ഇതുപോലത്തെ മണ്ടത്തരങ്ങൾ നവമാധ്യമങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ലോറി വരുമോ? ഇനി ലോറി വരുമോ? എന്റെ പേര് പെണ്ണ്, എന്റെ പേര് പെണ്ണ്. എന്റെ അമ്മേരെ തള്ളേ കലിപ്പ് തീരണില്ലല്ലേ. ഇത് തിരിച്ചറിയാനുള്ള ശേഷിയില്ലാതായി പോകുന്നത് ഈ കണ്ടന്റ് കൊണ്ട് കിട്ടുന്ന കാശ് കാരണം മാത്രമാണ്. മോൻ ലോറി കയറിയോ? എന്റെ പേര് പെണ്ണ്, എന്റെ പേര് പെണ്ണ്. എന്താണെങ്കിലും ഈ വീഡിയോ മുഴുവൻ കണ്ട ഭ്രാന്ത് പിടിക്കും നമുക്ക്. അത്ര പ്രാവശ്യം പെണ്ണ് ചോദിക്കുന്നുണ്ട് ഈ കൊച്ചിനോട്, അച്ഛൻ എന്തി, ലോറി എന്തി, ലോറി മണ്ണെടുക്കാൻ പറ്റൂ, ഇതൊന്ന് കേട്ട് നോക്ക്, എന്തോ ഇത്. പിന്നെ വൈ ബോയ്സ് ഹാവ് ഓൾ ഫൺ. ഇപ്പോൾ കുറച്ച് പെൺപിള്ളേർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് വളരെ നല്ല കാര്യം. എന്റെ പേര് പെണ്ണ്, എന്റെ പേര് പെണ്ണ്. പപ്പ ലോറി പോയി. ഇതാണോ ലോറി? ഇതാണ് പപ്പന്റെ ലോറി. എന്റെ അമ്മേരെ തള്ളേ കലിപ്പ് തീരണില്ലല്ലേ. കുളിക്കുമ്പോൾ കൂടെ കുളിക്കാൻ 1000 പേർ വരും, തൂറുമ്പോൾ കൂടെ തൂറാൻ നിന്നിഴൽ മാത്രം വരും, നിന്നിഴൽ മാത്രം വരും. ഈ അവസരത്തിൽ എനിക്ക് ഇങ്ങനൊരു പാട്ട് പാടാൻ തോന്നിയതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്റെ പേര് പെണ്ണ്, എന്റെ പേര് പെണ്ണ്. അയാളിതിന് കയറുവോ? പപ്പന്റെ ലോറി ഞാൻ എടുത്തോട്ടെ. എന്റെ പേര് പെണ്ണ്, എന്റെ പേര് പെണ്ണ്. ഒരു കൊച്ചിനെ മര്യാദയ്ക്ക് കളിപ്പിക്കാൻ പോലും അറിയാത്ത ഒരു പെണ്ണ്. പെണ്ണമ്മയാണ്, പെങ്ങളാണ്, മകളാണ്. നീ വെറും പെണ്ണ് എന്ന് മമ്മൂട്ടി ഒരു പടത്തിനകത്ത് പറയുന്നുണ്ട്. മണ്ണ് കോരാൻ പറ്റുമോ? ആ, കോരാൻ പറ്റും. അത് നീ ചത്ത് കഴിയുമ്പോൾ നിന്റെ ശവത്തിന്റെ മണ്ടയ്ക്ക് കൊണ്ടിടാൻ കുറച്ച് മണ്ണ് കോരുന്നുണ്ട്. ലോറിയിൽ മണ്ണെടുക്കാൻ പറ്റുമോ? ലോറിയിൽ മണ്ണ് ഇത് വേണോ? എന്റെ പേര് പെണ്ണ്, എന്റെ പേര് പെണ്ണ്. പപ്പന്റെ ലോറി എവിടെ? ലോറി എവിടെ? ചേച്ചിനെ കൂടി കയറ്റു ലോറിയില്. നീ ഇങ്ങോട്ട് വാ, നിന്നെ ഞാൻ കയറ്റാം. നിന്റെ അസുഖം മാറും അങ്ങനെ ഞാൻ കയറ്റിയാൽ. ലോറിയെ മാത്രമല്ല, കാറയിലും കുതിരപ്പുറത്തും ഒക്കെ കയറ്റാം നിന്നെ. നീ വാ. എന്റെ പേര് പെണ്ണ്. ക്യാമറമാനാണെന്ന് തോന്നുന്നു, നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പറഞ്ഞു കൊടുക്കാൻ. എന്റെ പേര് പെണ്ണ്. പപ്പ എവിടെ പോയി? പപ്പയുടെ ലോറി എന്തിയെ? ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. എന്റെ പേര് പെണ്ണ്. കാണിച്ചു തരുമോ? ലോറി കാണിച്ചു തരുമോ ചേച്ചിക്ക്? ഇത് ലോറി കാണിച്ചു തരുമോ ചേച്ചിക്ക്? ലോറി ഏതാ? എന്റെ പേര് പെണ്ണ്, എന്റെ പേര് പെണ്ണ്. ലോറി ഏതാ? ഇതാണോ ലോറി? ഈ നാഗസൈലന്ദ്രി എല്ലാവരും തെറി വിളിക്കുകയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ ആറാട്ടണ്ണൻ, പെരേര, കിംബോയ്, ടൈഗർ, ഇവരെയൊക്കെ അങ്ങ് ചീത്ത വിളിക്കുക. എന്തിനല്ലേ? ഈ റെഡ് ആണോ ലോറി? എന്റെ പേര് പെണ്ണ്. ഇതാണോ ലോറി? ലോറിയിൽ ചേച്ചിനെ കയറ്റുമോ?
കേറ്റോ? ഇതാണോ ലോറി? ഇതാണോ പപ്പയുടെ ലോറി? ഇവക്ക് ഇവളുടെ അച്ഛൻ ജീവനോടുണ്ടോ അമ്മ ജീവനോടുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ അഥവാ അവർക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുകയോ അവർ മരണപ്പെടുകയോ ചെയ്താൽ ഇതേപോലെ നിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചാൽ നിനക്ക് എങ്ങനെ ഇരിക്കും എന്നെങ്കിലും ചിന്തിക്കാനുള്ളൊരു ശേഷി ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നീ ഇങ്ങനെ ചെയ്യത്തില്ല. നിനക്ക് ശരിക്കും എന്ത് മേടിക്കാനായിരുന്നു ഇത്രയും പൈസയുടെ ആവശ്യം നീ ആലോചിച്ച് നോക്കി. ലിപ്സ്റ്റിക്കോ ചുരിദാറോ അതൊക്കെയല്ലേ. ബാക്കിക്കുള്ള പൈസയൊക്കെ അന്തസ്സായിട്ട് ജോലി ചെയ്താൽ കിട്ടും. പപ്പയുടെ ലോറി ഏതാ? പപ്പയുടെ ലോറി ഏതാ? എന്റെ പേര് പെണ്ണ്. എന്താണേലും കൊള്ളാം. പപ്പയുടെ ലോറി ഏതാ? പപ്പയുടെ ലോറി മണ്ണ് കയറ്റാൻ പറ്റുമോ? അത് മണ്ണ് കയറ്റുന്ന ലോറിയല്ല. പക്ഷെ എന്നിട്ടും മണ്ണ് കയറ്റാൻ പറ്റുമോ? ഈ ലോറി എനിക്ക് തരുമോ? ഒരു കൊച്ചിനോട് അങ്ങനെ അധികം പ്രാവശ്യം ഒരേ കാര്യം ഇങ്ങനെ ചോദിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല. അത് ഏത് കാര്യമാണേലും. ഒരു കുഞ്ഞിനോട് ബിഹേവ് ചെയ്യാൻ അറിയാത്ത നീ നാളെ പ്രസവിച്ച് കൊച്ചിനെ വളർത്താനൊക്കെ ഉള്ള ഒരു പോക്കാണോ പോകുന്നത്? അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് യോഗ്യത നിനക്കില്ല. അതിനു മുമ്പ് നീ ഒരു നല്ലപോലെ ഒരു കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യണം. കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇത് അത്ര ചെറിയ തെറ്റൊന്നും അല്ലെങ്കിലും ഒരു സ്ത്രീയെ സംബന്ധിച്ച് വലിയൊരു തെറ്റാണ് കുഞ്ഞിനോട്, അല്ലേ? സ്ത്രീകൾ, കുട്ടികൾ എന്ന് പറയുന്നത് അമ്മ, മകൻ, മകൾ, ഒരമ്മ, അങ്ങനെയൊക്കെയല്ലേ? അമ്മ മനസ്സ് തങ്കിടകച്ച് മുറ്റത്തെ തുളസി പോലെ, എന്തൊക്കെ പാട്ടാ. അമ്മ നീരമ്മയാണ്. എന്താണേലും കൊള്ളാം. നിന്റെ അമ്മയ്ക്ക് ഇത് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കണം കേട്ടോ. എന്നെ പറ, പപ്പയുടെ ലോറി ഏതാ? ലോറി ഞാൻ എടുത്തോട്ടെ? ചേച്ചി കൊണ്ടുപോയിക്കോട്ടെ? എന്റെ പേര് പെണ്ണ്. തരത്തില്ല, പപ്പയുടെ ലോറി തരത്തില്ല. എന്റെ പേര് പെണ്ണ്. ചേച്ചിനെ കേറ്റോ? ഞാൻ കേറ്റാന്ന് പറഞ്ഞില്ലേ. ചേച്ചി വന്ന ലോറിയിൽ കേറ്റോ? അപ്പൊ ഇത് ഞാൻ എടുത്തോട്ടെ? ഇത് ഞാൻ എടുത്തേ? എന്റെ പേര് പെണ്ണ്. പപ്പ ലോറി എവിടെ? പപ്പ ലോറി ഞാൻ എടുത്തേ? പപ്പലോറി ഞാൻ എടുത്തെന്നൊക്കെ. ഓ, ഇത് വേറെന്തോ കേസാ കേട്ടോ. ഇത് കുറച്ച് പ്രാവശ്യം അല്ല നീ കൊച്ചിനോട് ചോദിച്ചത് ഈ പെണ്ണ്. എന്തൊരു കഷ്ടമാണ്. ഇത് കഴിഞ്ഞ് ബന്ധു വീട്ടിൽ ഊണ്. അപ്പൊ ലോറി ഞാൻ എടുത്തേ, നമുക്ക് പോവാം. പപ്പയുടെ ലോറി ഞാൻ എടുത്തേ. ചോദിക്കാറൊന്നും ആയില്ലല്ലേ പപ്പയുടെ? ഓഹ്, ഇപ്പൊ കുറച്ച് മനസ്സിലായി വരുന്നുണ്ട് കേട്ടോ. അത് കുഞ്ഞാന്നൊക്കെ. ചോദിക്കാറൊന്നും ആയില്ലെന്ന്, പപ്പ എവിടാന്ന് ചോദിക്കാറൊന്നും ആയില്ലെന്ന്, അല്ലേ നമുക്ക് ചോദിപ്പിക്കാമായിരുന്നു എന്ന്. എൻ്റെ പൊന്ന് ക്യാമറാമാനെ, നിനക്ക് ബോധമില്ലാന്നോ? എല്ലാം വേണ്ട എഡിറ്റ് ചെയ്ത നായിൻ്റെ മോനെ നിനക്ക് ബോധമില്ലാന്നോ? അല്ല ഇത് പബ്ലിഷ് ചെയ്ത ചാനലിൻ്റെ മറ്റവനെ നിനക്ക് ബോധമില്ലാന്നോ? എനിക്കറിയാൻ വേണ്ടിയിരിക്കും നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്റെ പേര് പെണ്ണ്. ബന്ധു വീട്ടിൽ ഊണ്. ഇത് കഴിഞ്ഞ ഉടനെ ബന്ധു വീട്ടിൽ ഊണ്. ഈ ലോറിയിൽ മണ്ണെടുക്കാം? മണ്ണല്ലടി, അതിനകത്ത് എടുക്കാൻ പറ്റും. മണ്ണെടുക്കാം. എന്റെ പേര് പെണ്ണ്. Why do boys have all fun? നമുക്ക് ഒരുമിച്ച് കളിക്കാം. ലോറി ഞാൻ എടുക്കാം, നമുക്ക് പോവാം. അതിന്റെ പേര് കാമം. അതിന്റെ പേര് കാമം. ഇതിനകത്തൊരു പെണ്ണായിരുന്നു മരിച്ചത്, ഒരാണായിരുന്നു ഈ ചോദ്യം ചോദിച്ചതെങ്കിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ആളുകൾ. അവർ പലരും ഇതിനകത്ത് ഇടപെടുന്നില്ല, അല്ലെങ്കിൽ ആ രീതിക്ക് ഇത് മനസ്സിലാക്കുന്നില്ല. ആണും പെണ്ണും വേർതിരിച്ചല്ല ഈ എന്താ പറയുക ക്രൈം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലത്തെ ഊളത്തരം തെണ്ടിത്തരമൊക്കെ കാണിക്കുമ്പോൾ, തെണ്ടിത്തരമെന്ന് പറയാൻ പറ്റില്ല, ഒരു കച്ചറപ്പണി കാണിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ മീഡിയ ചെയ്യേണ്ട കാര്യം ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇത് മണ്ടത്തരമാണെന്ന് തിരിച്ചറിയാനുള്ള ബോധം ഇല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഇതിനകത്ത് കുറേ പേര് ഇൻവോൾവ് ആണ്, പക്ഷെ ആർക്കും അത് മനസ്സിലായില്ല. ഇത് ജേർണലിസം പഠിച്ചവരാണോ ഇത് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. ആണെങ്കിൽ തന്നെ അതിനകത്ത് പ്രത്യേകം പഠിപ്പിക്കണ്ടേ? എത്തിക്സ് എന്നൊക്കെ പറഞ്ഞ സാധനം അങ്ങനെ ഇതും നിങ്ങൾ പഠിച്ചിട്ടേ ഇല്ലേ ഒരിടത്തും? അങ്ങനെ ഒരു സംഭവത്തെ പറ്റി മനസ്സിലായിട്ടില്ലേ? വാർത്തയൊക്കെ അറിയാമായിരിക്കും അല്ലേ? പക്ഷെ ഇതെന്താണ് ഇല്ല, ഒരു എന്താ പറയണ്ട മാന്യത എന്താണെന്നോ അന്തസ് ഉണ്ടോ നിനക്ക്? ഓ, ഇത് പഠിക്കണം. ഇത് സ്കൂൾ തൊട്ടേ പഠിപ്പിക്കേണ്ടി വരും. ഇങ്ങനെയാണ് എന്തെല്ലാം പഠിപ്പിക്കണം അല്ലേ ഈ ആൾക്കാർ? എന്നാലും ഈ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വയസ്സ് എത്ര ഇത് ചെയ്യുമ്പോൾ? അത് ഈ പറഞ്ഞ പോലെ എല്ലാ 40 വയസ്സുകാരും
ഇങ്ങനെ പൊക്കിൾ തേടി പോകുന്നവരാണെന്നൊക്കെ പറയുന്ന പോലത്തെ കഥ വരുമ്പോഴേ ഇത് മൊത്തത്തിൽ സ്ത്രീകളെ അവമാനിക്കുന്ന പരിപാടിയായിപ്പോയി. മുഴുവനും സ്ത്രീകൾ ഇങ്ങനെയാണ്.